ഹായ്. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ? ഇത് നിനക്ക് വേണ്ടി ചെമ്മാട് ഖദീജാസിന് വാങ്ങിച്ചാ. താങ്ക് യു. നീലനിലാവിൻ തണുവുള്ള രാവിൽ എൻ മനമായി നീ വന്നണയുമ്പേയാ എന്റെ മനസ്സിൽ ഉദിച്ചുണർന്നൊരു ഓമൽ പൂക്കാലം ഞാൻ കണ്ട നേരത്തിൽ നിൻ കണ്ണിനുള്ളിൽ സ്നേഹത്തിൻ മൃദുവാർന്ന തൂമഴ പെയ്തു ആരാരും കാണാതെ ആരോടും മിണ്ടാതെ എന്നോമൽ ആത്മരാഗ ശ്രുതി മീട്ടു അനുരാഗി പ്രിയരാഗം ഹൃദയത്തിൻ വീണയിൽ നൂളു അനുരാഗി പ്രിയരാഗം ഹൃദയത്തിൻ വീണയിൽ നീലനിലാവിൻ തണുവുള്ള രാവിൽ എൻ മനമായി നീ വന്നണയുമ്പേയാ എന്റെ മനസ്സിൽ ഉദിച്ചുണർന്നൊരു ഓമൽ പൂക്കാലം എൻ മനസ്സിൽ അനുരാഗ വനമായി നീ പ്രിയരാഗ ശ്രുതിയായി നീ വന്നണഞ്ഞില്ലേ കണ്ണ മാറ്റേ പ്രണയാത്മക പൊരുളായി നീ ഹൃദയാത്മക ക്രമമായി നീ ചേർന്നലിഞ്ഞില്ലേ നീ എന്റെ സ്വപ്നത്തിൻ ദേവത കണ്ട നേരത്തിൽ നിൻ കണ്ണിനുള്ളിൽ സ്നേഹത്തിൻ മൃദുവാർന്ന തൂമഴ പെയ്തു ആരാരും കാണാതെ ആരോടും മിണ്ടാതെ എന്നോമൽ ആത്മരാഗ ശ്രുതി മീട്ടു അനുരാഗി പ്രിയരാഗം ഹൃദയത്തിൻ വീണയിൽ അനുരാഗി പ്രിയരാഗം ഹൃദയത്തിൻ വീണയിൽ നീലനിലാവിൻ തണുവുള്ള രാവിൽ എൻ മനമായി നീ വന്നണയുമ്പേയാ എന്റെ മനസ്സിൽ ഉദിച്ചുണർന്നൊരു ഓമൽ പൂക്കാലം ഞാൻ കണ്ട നേരത്തിൽ നിൻ കണ്ണിനുള്ളിൽ സ്നേഹത്തിൻ മൃദുവാർന്ന തൂമഴ പെയ്തു ആരാരും കാണാതെ ആരോടും മിണ്ടാതെ എന്നോമൽ ആത്മരാഗ ശ്രുതി മീട്ടു അനുരാഗി പ്രിയരാഗം ഹൃദയത്തിൻ വീണയിൽ അനുരാഗി പ്രിയരാഗം ഹൃദയത്തിൻ വീണയിൽ നീലനിലാവിൻ ഇതാ നോക്കി. എടോ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ ചക്കരെ?
നമ്മൾ എത്ര നാളിങ്ങനെ പബ്ലിക് പ്ലേസിൽ എന്താ പ്രൈവസി വേണ്ടേ? പ്രൈവസി എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനൊരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിൻ്റെ താക്കോലും ഉണ്ട്. നമുക്ക് പോയാലോ? പ്രൈവസി. അത് വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. പ്ലീസ് ടാ. സോറി, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ മതി. ഇവൻ അച്ഛനായതിന്റെ പേരില്ലെങ്കിൽ ഇവന്റെ ഒരു ചെലവിട്ടല്ലോ. അതെ അതെ അതെ. അച്ഛനായിട്ട് മാത്രല്ല, ഇനി ഒരു 3 മാസക്കാലം അവളെ ഞാൻ സഹിക്കണ്ടല്ലോ. എടോ, ഈ സ്ത്രീധനം വാങ്ങി കിട്ടിയോണ്ടേ ഓളെ അടിമയായി ജീവിക്കേണ്ട ഗതികാടാണോ? എടാ, അതിന് മാത്രം നീ വാങ്ങി കൂട്ടിട്ടില്ലേ? വേണ്ടില്ലേ നീ ഇപ്പളാ തോന്നണേ. എന്താ ചെയ്യാ? ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്കിനി കല്യാണമേ വേണ്ട. എന്താണോ ഒരു കല്യാണ കാര്യം? ആ എടാ, നമസ്കാരമുണ്ട്. ഇവനെ അപ്പം പറയണെന്നറിയോ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കുണ്ടല്ലോ ഭാര്യനെ പേടിയാ. അപ്പൊ എന്റെ ലൈഫില് ഞാനൊരു തീരുമാനം എടുത്തു, നോ കല്യാണം. അതിപ്പോ എന്റെ കാര്യം അങ്ങനെ തന്നെയാ. ഞാനും അങ്ങോട്ട് കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു. അല്ല സുഹൃത്തെ, അണക്കല്ലേ സുന്ദരിയായ ഒരു കാമുകിയുള്ളത്. ജോളപ്പം എന്താ ചെയ്യാൻ കണ്ട്? ഇവിടെ റിലേഷൻഷിപ്പ് ആവുമ്പോ ഇത്തിരി ക്ലോസ് ആവണ്ടേ? ഞാനൊന്നുമില്ലെങ്കിൽ അവളെ കെട്ടാൻ പോണല്ലേ. അപ്പൊ ഇത്ര നാളായിട്ടും ഒന്നും നടന്നിട്ടില്ല. ഇല്ലടോ. സെറ്റ് ചെയ്യണോ? ആ കാര്യത്തിലും സൂപ്പറാണ്. അതൊക്കെ വിട്. എന്താ എന്റെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ? ആ കാര്യം അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനി 3 മാസക്കാലം ഞാൻ ആരാ? രാജാവല്ലേ? രാജാവേ. ഇനിയാണ് എന്റെ ഫ്ലാറ്റായി. നീ പറഞ്ഞ കാര്യം എല്ലാം നടക്കും. നീ വിട്ടിട്ടില്ല. പറ, നീ പറ. നിനക്ക് കൈനഗിരി ഭാഗത്തുള്ള മീനിനെ അറിയോ? അവളിപ്പോ ഡിവോഴ്സ് ആയിട്ടിരിക്ക. ഞാനൊന്ന് മുട്ടി നോക്കിയതാ, പക്ഷെ അങ്ങ് സെറ്റ് ആവണില്ല. അപ്പൊ നിന്നോട് താല്പര്യമൊന്ന്. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ സെറ്റ് ആക്കി തരാം. സെറ്റാക്കാം. ആ കോൺട്രാക്ട് എനിക്ക് തരുവാണെങ്കിൽ മാത്രം ഞാൻ സെറ്റാക്കാം. അതൊക്കെ സെറ്റാക്കാം. എന്നോ പോ. ടാറ്റോം പേണിക്ക് ശേഷം അവിടെ നിൽക്കരുത്. ഓക്കേ. സുഖാണോ? ഹാപ്പിയല്ലേ? ഇത് പ്രിയതമൻ നിന്റെ. അതെ, പാവണ്ട. ഓൾ ദി ബെസ്റ്റ്. ഓളും പോയി, അടുത്ത് അടയുന്നു. ഓട്ടോ. എന്താടോ മെഴുകുതിരിക്കായിട്ട്?
അത് പിന്നെ ഒരു റൊമാൻറ്റിക് രീതി പോയാലല്ലേ എനിക്കെന്തെങ്കിലും തോന്നുന്നു. താൻ എന്നെ പ്രേമിക്കാൻ പോവാ? ഉം. എനിക്ക് തന്നോട് പണ്ടേ പ്രേമം തോന്നിയതാടോ. എന്തിങ്ങനെ നോക്കുന്നത് അറിയില്ല. എടോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ഞാനോട് ഡിവോഴ്സിയാണേ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ ശരിക്കും പ്രശ്നമുണ്ട്. എന്തിനാകുമ്പോൾ